ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ബാലിവധം. വൃത്രാര്യപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു വിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരെ കൃത്വാ മഹാസിംഹനാദം രവിസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം. ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്തു ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുള്ളിൽ എനിക്കതു കേൾക്കണേ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രമവനുണ്ടു പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ. ബാലേ, ബലാലൊരു ശങ്കയുണ്ടാകുല. കയ്യയച്ചിടു നീ വൈകരുതേതുമേ. നീ ഒരു കാര്യം ധരിക്കേണമോമലേ. ബന്ധുവായാരുള്ളതോർക്ക സുഗ്രീവന്. ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാലവനുമറിയുക നീ. ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ. ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണെ കേട്ടാലുമെങ്കിൽ നീ. കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമ സുതനങ്കദനന്നേരം. കേട്ടൊരു ദന്തമെന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ. ശ്രീമാൻ ദശരഥനാമയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടെ നന്ദനൻ. ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടുമവൻ വന്നിരുന്നിടിനാൻ ദണ്ഡകാനനെ. വന്യാശനായി തപസ്സു ചെയ്തിടുവാൻ. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നുടെ പത്നിയെ. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണ മൃഷ്യമൂകാചലേ വന്നിതു. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുകയെന്നന്യോന്യമൊന്നിച്ചു. സഖ്യവും ചെയ്തുകൊണ്ടൊരഗ്നി സാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ.
വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വരമർക്കതനയനുമന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അതുകൊണ്ടു തന്നെ അവൻ. വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ളുക ഇളമയായി. യാഹിരാമം നീയേ ശരണമായി വേഗേന പാഹി മാമംഗദം രാജ്യം കുലം ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധവും വ്യാകുലഹീനം പുണർന്നനുരാഗവശേന പറഞ്ഞതു ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്കനീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. നാരായണൻ താൻ അവതരിച്ചു ഭൂമിഭാരഹരണാർത്ഥമെന്നു കേൾക്കൊണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകനാത്മാരാമനീശ്വരൻ. തച്ചരണാംബുജേ വീണു നമസ്കരിച്ചിച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. മദ്ഗൃഹത്തിങ്കലുപകാരവുമേറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്കനേ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടുമന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിലെന്നോളമില്ലാർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി പുഷ്കരലോചനെ പൂർണ്ണഗുണാംബുധേ. യുദ്ധമാശ്വാസ്യ വൃത്രാരാതിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരികരം. നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധാ. താരയുമശ്രുകണങ്ങളും വാർത്തു വാർത്താരൂഢതാപം അകത്തു പുക്കിടിനാൾ. പല്ലു കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലു നില്ലെന്നണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ. രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽക്കൈ പരസ്പരം താടനം. തട്ടിയും മുട്ടുകൊണ്ടും തല തങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചുമങ്ങൂറ്റത്തിൽ വീണും പിരണ്ടു മുരുണ്ടു മുൾച്ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും. ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും. മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളുക്കയും വാഴ്ത്തി സ്തുതിക്കയും.
കാലനും കാലകാലൻ താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനൊവ്വാ ദൃഢം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും, കണ്ടവർ ആർത്തുകൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടീല വാട്ടമൊരുത്തനുമേതുമേ. അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതനയനു വിഗ്രഹം. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും. അഗ്രജമുഷ്ടിപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു. കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറഞ്ഞാശു മാഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ. വിദ്രുതമമ്മറയച്ചരുളിടിനാൻ. ചെന്നതു ബാലിതന്മാരിൽ തറച്ചളവൊന്നങ്ങലറി വീണീടിനാൻ. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും വീണ്ടും പോയി യുദ്ധത്തിന് വിളിച്ചു ബാലിയെ. ക്രുദ്ധനായി നിന്ന് കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ. സൂര്യപുത്രനായ സുഗ്രീവൻ ആ കിഷ്കിന്ധാപുരദ്വാരിയിൽ ചെന്ന് മഹാസിംഹനാദം, സിംഹനാദത്തെ കൃത്വ ചെയ്തിട്ട്, ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ, യുദ്ധത്തിനായി വിളിക്കുന്ന ആ ശബ്ദം കേട്ടിട്ട്, ശ്രുത്വ കേട്ടിട്ട്, അതിവിസ്മിതനായൊരു ബാലിയും, ബാലിക്ക് ആകെ അമ്പരപ്പായി. ഇതെന്താണിതിങ്ങനെ? തന്നെ പേടിച്ചോടിയ സുഗ്രീവൻ ഒരിക്കൽ തോൽപ്പിച്ച് പറഞ്ഞയച്ചിട്ടും വീണ്ടും ഒട്ടും താമസം കളയാതെ വീണ്ടും വന്നിരിക്കുന്നു. അങ്ങനെ ബദ്ധ്വാ പരികരം, പരികരം കച്ച മുറുക്കിയിട്ട് യുദ്ധായ സത്വരം, വളരെ പെട്ടെന്ന് യുദ്ധത്തിനായിട്ട് ബാലി ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്ത്, ആ ഒരു ശത്രുത അതിനോടുകൂടെ പുറപ്പെട്ട നേരത്ത്, ഭർത്തുഹു അഗ്രേ, ഭർത്താവിൻ്റെ മുൻപിൽ ചെന്ന് ബദ്ധാശ്രുനേത്രയായി കണ്ണുനീർ തൂകിക്കൊണ്ട് മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ താരയും. ബാലിയുടെ ഭാര്യയായ താര ഇപ്രകാരം പറഞ്ഞു: ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ, എനിക്കത് കേൾക്കനീ. നിനക്കെന്താ ഇതിലൊരു സംശയം തോന്നാത്തത്? കാരണം സാധാരണ ഗതിയിൽ തോറ്റോടിയ ശത്രു വീണ്ടും വരാറില്ല. പക്ഷേ വീണ്ടും വന്നിരിക്കുകയാണ്. അതും ബാലിയെ പേടിച്ച് എത്രയോ വർഷമായിട്ട് ഋഷ്യമുഖാചലത്തിൽ ജീവിക്കുന്ന സുഗ്രീവൻ. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് സംഭവിക്കണമെങ്കിൽ എന്തോ അവിചാരിതമായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട് എന്ന് തീർച്ചയാണ്. അതാർക്കും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്നതാണ്. എന്നിട്ടും ബാലിക്ക് എന്താണ് ഒരു സംശയവും തോന്നാത്തത് എന്നാണ് താരയ്ക്ക് അത്ഭുതം. വിഗ്രഹത്തിങ്കൽ യുദ്ധത്തിൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട്, പിന്തുണ നിർണയം. ആരോ അവനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിശക്തനായ ഒരു മിത്രം സുഗ്രീവന്റെ കൂടെ ഇപ്പോഴുണ്ട് എന്ന് താര ഉപദേശിച്ച സമയത്ത് ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൻ: ബാലേ, ബലാലൊരു ശങ്കയുണ്ടാകല. നിനക്ക് അങ്ങനെ ഒരു ശങ്ക ആവശ്യമില്ല. കൈ അയച്ചിടു. നീ ഈ തടസ്സം മാറ്റിയിട്ട് എന്നെ യുദ്ധത്തിനായിട്ട് പറഞ്ഞയക്കൂ. വൈകരുതേതുമേ, ഒട്ടും വൈകരുത്. നീ ഒരു കാര്യം ധരിക്കണമോമലേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം.
ബന്ധുവായി ആരുള്ളതോർക്ക സുഗ്രീവന്. ആരാണിവിടെ ബന്ധു? ഞാനല്ലാതെ അവന് വേറെ ആര് ബന്ധു? ഇനി അഥവാ അങ്ങനെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ബന്ധമില്ല എന്നോട് വൈരത്തിനാർക്കുമേ, അവർക്കെന്തിനാണ് എന്നോട് ശത്രുത? അതുകൊണ്ട് തന്നെ എന്നെ കൊല്ലാൻ സുഗ്രീവനെ പറഞ്ഞയക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ആരെങ്കിലും ബന്ധുവായുണ്ടവൻ ഏകനെന്നാകിലോ, ഇനി ആരെങ്കിലും അവന് ഇപ്പോൾ പുതിയതായി ബന്ധുവായിട്ട് ഉണ്ട് എങ്കിൽ ഹന്തവ്യനൻ എന്നാൽ അവനും അറിയുക, എന്നാൽ അവൻ ആ ബന്ധു കൊല്ലപ്പെടുമെന്ന് നീ അറിയുക. ശത്രുവായുള്ളവൻ വന്ന് ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടുടൻ ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ ഭീരുവായുള്ളിൽ അടച്ചത് ചൊല്ലു നീ. നീ എന്തറിഞ്ഞിട്ടാണ് എന്നെ ഈ തടയുന്നത്? ഞാനൊരു വീരശൂര പരാക്രമിയാണ്. എന്നെപ്പോലെ ഒരു ശൂരൻ എൻ്റെ പടിവാതിൽക്കൽ വന്ന് എന്നെ പോരിന് വിളിക്കുമ്പോൾ അകത്തടച്ചിരിക്കുന്നത് നല്ലതാണോ? ഒരു ധീരന് ചേരുന്നതാണോ അത്? വൈരിയെ കൊന്ന് വിരവിൽ വരുവൻ ഞാൻ, ശത്രുവിനെ കൊന്ന് ഞാൻ എത്രയും പെട്ടെന്ന് വരും. ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ, നീ വിഷമിക്കാതിരിക്കൂ. എന്നാൽ ഇത് കേട്ട് താരയും ചൊന്നാൾ. അത് കേട്ടവനോട്, വീരശിഖാമണേ, നീ വീരനാണ്, ഒരു സംശയവും വേണ്ട. എങ്കിലും കേട്ടാലും നീ കാനനത്തിങ്കൽ നായാട്ടിന് പോയതു താനേ മമ സുതൻ അങ്കദൻ. അങ്കദൻ നായാട്ടിന് പോയ സമയത്ത് അന്നേരം കേട്ട ഒരു ഉദന്തം, കേട്ടോരുദന്തം, ഉദന്തം എന്നാൽ ഒരു വൃത്താന്തം, അവൻ എന്നോട് ചൊന്നാൻ. അത് കേട്ടിട്ട് ശേഷം യഥോചിതം പോക നീ. അത് കേട്ടിട്ടും നിനക്ക് പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പൊയ്ക്കൊള്ളുക. ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടെ നന്ദനൻ. ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മീസമയായ സീതയോടും അവൻ വന്നിരുന്നീടിനാൻ ദണ്ഡകാനനെ വന്യ അശനനായി. അശനൻ എന്നാൽ ഭക്ഷണം, വനത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ചങ്ങനെ തപസ് ചെയ്യാൻ അയോധ്യാധിപനായ ദശരഥന്റെ മക്കൾ വന്നിട്ടുണ്ട്. അതിൽ മൂത്തയാളായ രാമന്റെ ഭാര്യയും കൂടെയുണ്ട്. എന്നാൽ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നുടെ പത്നിയെ. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ച് തൽക്ഷണം ഋഷ്യമൂകാചലെ വന്നിതു. ആ സമയത്ത് മിത്രാത്മജനെയും സുഗ്രീവനെയും തത്ര കണ്ടീടിനാൻ. അങ്ങനെ അവർ തമ്മിൽ മിത്രമായി വാഴുകയെന്ന് അന്യോന്യം ഒന്നിച്ച് സഖ്യവും ചെയ്തുകൊണ്ട് ഒരഗ്നിസാക്ഷിയായി. ഇതൊക്കെ താരെ അറിഞ്ഞിരിക്കുന്നു. അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തതും ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്ന് കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പൻ. ഇത് രാമൻ കൊടുത്ത വാക്ക്. ആ ബാലിയെ കൊന്ന് കിഷ്കിന്ധയിൽ നിന്നെ വാഴിക്കാമെന്ന് രാമൻ സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വരം അർക്കതനയനും അന്നേരം. ഇത് കേട്ടിട്ട് അർക്കതനയനായ സുഗ്രീവൻ അന്വേഷണം ചെയ്തറിഞ്ഞ് സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തിരിച്ച് സുഗ്രീവനും പ്രതിജ്ഞ ചെയ്തു, ഞങ്ങൾ അന്വേഷിച്ച് സീതാദേവിയെ കാട്ടിത്തരാം. ഇങ്ങനെ തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു. വന്നതിപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ. ഇതാണ് ഇവൻ ഇപ്പോൾ വന്നതിൻ്റെ കാരണമെന്ന് അങ്ങ് അറിയുക. അതുകൊണ്ട് ബുദ്ധിപരമായിട്ടാണ് ഇവിടെ നീങ്ങേണ്ടത്. വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചുകൊള്ളുക ഇളമയായി. അങ്ങയുടെ ഇളം തലമുറക്കാരനായി അടുത്ത അവകാശിയായിട്ട് സുഗ്രീവനെ വാഴിക്കുക. ഈ മനസ്സിലുള്ള ശത്രുതയൊക്കെ കളയൂ. എന്നിട്ട് യാഹി രാമം, ആ രാമനെ പോയി പ്രാപിക്കൂ നീ ശരണമായി വേഗേന. ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിക്കൂ. പാഹിമാം അങ്കദം രാജ്യം കുലം ചതേ. എന്നിട്ട് താര പറയുകയാണ്, മാം എന്നെയും നമ്മുടെ മകനായ അങ്കദനെയും രാജ്യം കുലം ച ഈ വാനര കുലത്തെയും നീ രക്ഷിക്കൂ. അല്ലാതെ എല്ലാം കൂടെ ഇങ്ങനെ പെട്ടെന്നുള്ള ഈ ദേഷ്യത്തിൽ എല്ലാം നശിപ്പിക്കരുത്. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞ് കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധൗ വ്യാകുലഹീനം
എന്നാൽ ബാലിക്ക് ഇത് കേട്ടിട്ടും ഒരു വിഷമവുമില്ല. വ്യാകുലഹീനനായിട്ട് പുണർന്ന് അനുരാഗവശേന പറഞ്ഞിതു ബാലിയും. ബാലി പറഞ്ഞു, സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായതുമേ. ഇത് സ്ത്രീകളുടെ സഹജമായ സ്വഭാവമാണ്. എന്തിലും പേടിക്കുക, ആശങ്ക, അത് വേണ്ട. നാസ്തി ഭയം മമ വല്ലഭേ, കേൾക്ക നീ, നിനക്ക് ഭയമേ വേണ്ട. കാരണം നീ ഈ പറഞ്ഞ പ്രകാരമാണെങ്കിൽ എനിക്ക് ഒട്ടും പേടിയില്ല. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ അവരാണ് സുഗ്രീവന്റെ ഇപ്പോഴത്തെ മിത്രങ്ങൾ എങ്കിൽ ചേരുമെന്നോടും അവരെന്ന് നിർണയം. എങ്കിൽ അവർ എന്നോടും മൈത്രീഭാവേന വർത്തിക്കും. കാരണം രാമനെ സ്നേഹം എന്നോളമില്ലാർക്കുമേ. ശ്രീരാമചന്ദ്രനോട് എന്നോളം വേറെ ആർക്കും സ്നേഹമില്ല. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, നാരായണൻ താൻ അവതരിച്ചു ഭൂമിഭാരഹരണാർത്ഥമെന്ന് കേൾപ്പുണ്ടു ഞാനും ഈ അവതാര ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷഭേദം ഭഗവാനില്ല നിർണയം. ഭഗവാന് എന്നോടും സുഗ്രീവനോടും ഒരു പക്ഷഭേദം കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നിർഗുണൻ, ഏകൻ, ആത്മാരാമൻ, ഈശ്വരൻ. തച്ചരണാംബുജെ വീണ് നമസ്കരിച്ച് ഇച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങ് പോരുവൻ. ഞാനിതാ പുറപ്പെടുകയായി. ശ്രീരാമലക്ഷ്മണന്മാരെ ഇവിടെ എൻ്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. മദ്ഗൃഹത്തിങ്കൽ ഉപകാരവുമേറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ. അവർക്ക് എന്നോടുള്ള മൈത്രിയായിരിക്കും സുഗ്രീവനേക്കാൾ ഏറെ പ്രയോജനപ്പെടുക എന്ന് ഓർക്കുക. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും, അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭഗവാനെ ആര് ഭജിക്കുന്നുവോ അവരെ തിരിച്ചും ഭഗവാൻ പരിഗണിക്കും. ഭഗവാൻ അങ്ങനെ ഇന്നയാൾ ഭജിച്ചാൽ ഞാൻ പരിഗണിക്കും അല്ലെങ്കിൽ പ്രസാദിക്കും, അങ്ങനെ ഒന്നുമില്ല. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ. ഭഗവാൻ ഭക്തി കൊണ്ട് മാത്രം ഗമിക്കപ്പെടുന്നവനാണ്. ഭക്തിയോ പാർക്കിൽ എന്നോളമില്ലാർക്കുമേ. എന്നാൽ ഭക്തിയാണെങ്കിലോ എന്നോളം മറ്റാർക്കും ഇല്ലതാനും. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി. അതുകൊണ്ട് നീ വിഷമിക്കുകയേ വേണ്ട. നീ ഇവിടെ വേശ്മനി എന്നാൽ ഈ കൊട്ടാരത്തിൽ നീ ഒട്ടും വിഷമിക്കാതെ ഇരിക്കുക. പുഷ്കരലോചനേ പൂർണ്ണ ഗുണാംബുധേ. ഇത്തമാശ്വാസ്യ വൃത്ര അരാതിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരികരം. കച്ചമുറുക്കി ഉടനെ ഇറങ്ങി നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം. നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധ. താരയും അശ്രുഗണങ്ങളും വാർത്തുവാർ താരൂഢതാപം അകത്ത് പുക്കിയിടിനാൾ. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി താര കൊട്ടാരത്തിനകത്ത് പോയിരുന്നു. പല്ലുകടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ലെന്നണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ട് താടിച്ചിതു ബാലിയെ. അങ്ങനെ പല്ലും കടിച്ച് അലറിക്കൊണ്ടുവന്ന ബാലിയെ സുഗ്രീവൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചു. അതുകൊണ്ട് രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധത്തെ വർണ്ണിക്കുകയാണ്. മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽക്കൈ പരസ്പരം താടനം. അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിലും കാലിലുമൊക്കെ അടിക്കുകയാണ്. തട്ടിയും മുട്ടുകൊണ്ടും തല തങ്ങളിൽ കൊട്ടിയും അവരുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും ഏറ്റം പിടിച്ചും കടിച്ചും അങ്ങ് ഊറ്റത്തിൽ വീണും പിരണ്ടും ഉരുണ്ടും ഉൾച്ചീറ്റം കലർന്ന് നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടി തടുക്കയും കൂടെ കൊടുക്കയും. ഒരാൾ തടുക്കുന്നു, വീണ്ടും മറ്റേയാൾ കൊടുക്കുന്നു, ഓടിക്കഴിക്കയും. അങ്ങനെ ഓടുന്നു, കുറച്ചു ദൂരം ഓടുന്നു, വാടി വിയർക്കയും. ഒരാൾ വാടി വീഴുന്നു, അപ്പോൾ മാടി വിളിക്കുന്നു. പ്രകോപിപ്പിച്ചുകൊണ്ട് മാടി വിളിക്കുമ്പോൾ അടുക്കുകയും മുഷ്ടിയുദ്ധ പ്രയോഗം. അങ്ങനെ കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും, അവരുടെ കൺകുളിർന്നു എന്നാണ്. വാഴ്ത്തി സ്തുതിക്കയും. കാലനും കാലകാലനും താനുമുള്ള പോർ. കാലൻ എന്നാൽ യമൻ, കാലകാലൻ ശിവൻ. ഇവർ തമ്മിലുള്ള യുദ്ധം. ബാലി സുഗ്രീവ യുദ്ധത്തിനൊവ്വാ, അതിനോട് ഒക്കില്ല ദൃഢം. രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ.
രണ്ട് ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെ, പർവ്വതങ്ങളും സമുദ്രങ്ങളും തമ്മിൽ എങ്ങനെ യുദ്ധം ചെയ്താൽ, അങ്ങനെ യുദ്ധം ചെയ്താൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ, കണ്ടവരാർത്തുകൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീല വാട്ടമൊരുത്തനുമേതുമേ, ആർക്കും ഒരു ക്ഷീണമില്ലാത്തതുപോലെ. അച്ഛൻ കൊടുത്തൊരു മാല, അച്ഛൻ ഇന്ദ്രൻ, ഇന്ദ്രൻ കൊടുത്ത മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മഹാവിഷ്ണു നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതനയനു വിഗ്രഹം. ഇത് തമ്മിൽ നമുക്ക് ഒരു തരത്തിലും ഉപമിക്കാനൊന്നും പറ്റില്ല, അത് രണ്ടും രണ്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ ഭേദിച്ചിത് അർക്കതനയനു വിഗ്രഹം, അർക്കതനയനായ സൂര്യതനയനായ സുഗ്രീവന്റെ വിഗ്രഹം ശരീരമാണ് ഭേദിച്ചത്, കൂടുതൽ മുറിവേറ്റത്. അങ്ങനെ സാധവും ആകെ പരിക്ഷീണനായിട്ട് ഏറ്റം കലർന്ന് സുഗ്രീവനും ഖേദമോടെ വളരെ വിഷമിച്ചുകൊണ്ട് ഇനിയും എന്നെ ഇങ്ങനെ അടികൊള്ളിക്കരുത് എന്നതുപോലെ രഘുനാഥനെ നോക്കിയും അഗ്രജ മുഷ്ടിപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നത് കണ്ട് കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷഷണ്ഡം മറഞ്ഞാശു, ഒരു വൃക്ഷത്തിന്റെ കൊമ്പിൽ മറഞ്ഞു നിന്നിട്ടാണ് മാഹേന്ദ്രമാം അസ്ത്രം, മാഹേന്ദ്രമായ അസ്ത്രമാണ്, മഹേന്ദ്രാസ്ത്രമാണ് തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമമ്മാറയച്ചരുളിയിടിനാൻ. അങ്ങനെ ബാലിയുടെ വക്ഷസ് നോക്കി ആ അസ്ത്രം അയച്ചു. ചെന്നതു ബാലിതന്മാരിൽ തറച്ചളവൊന്നങ്ങലറി വീണിടിനാൻ ബാലിയും. അങ്ങനെ ബാലി അവിടെ നിലത്തു വീണു. ബാലിയെ ഒളിയം പെയ്ത് കൊന്നതെന്തിനാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. കാരണം ബാലിക്ക് ഒരു വരമുണ്ട്. ബാലിയോട് ആരെതിരേറ്റാലും എതിർത്താലും അവരുടെ പകുതി ബലം ബാലിക്ക് ലഭിക്കും. അത് സാക്ഷാൽ പരമാത്മാവ് ഒരു ശരീരമെടുത്ത് വന്നാലും ശരി, ശരീരമെടുത്താൽ ഒരു മനുഷ്യനുള്ള എല്ലാ പരിമിതികളും ആ ഭഗവാന് ഉണ്ട്. അപ്പോൾ ബാലിയുമായിട്ട് നേരിട്ട് എതിർക്കുകയാണെങ്കിൽ ശ്രീരാമചന്ദ്രന്റെ ശരീരത്തിന്റെ ബലം, ആ ബലത്തിന്റെ പകുതി കുറയും. അപ്പോൾ ശ്രീരാമചന്ദ്രന് പോലും ബാലിയെ കൊല്ലാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് ബാലിയെ ഒളിയം വെയ്ത് വധിച്ചത്. എന്നാൽ ബാലി വധിക്കപ്പെടേണ്ടവനാണ് എന്ന് നമ്മൾ ഇതിനു മുൻപ് കണ്ടു. അതിനെന്തായിരുന്നു കാരണമെന്ന്. തെറ്റിദ്ധരിച്ചുകൊണ്ട് അനുജനെ രാജ്യത്തിൽ നിന്ന് അകറ്റി. ഒരു വാക്കുപോലും ചോദിച്ചില്ല. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാതെ സ്വയം എല്ലാം അങ്ങ് തീരുമാനിച്ചു. മാത്രമല്ല അനുജന്റെ ഭാര്യയെ തൻ്റെ ഭാര്യയാക്കി വെക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ബാലി ചെയ്ത അധർമ്മം. ആ അധർമ്മത്തിനെതിരെയാണ് ഭഗവാൻ ബാലിയെ വധിക്കുന്നത്. ഓം ശ്രീരാമചന്ദ്രായ നമഃ.